ഞെട്ടിക്കുന്ന 2 പേർ ഇന്ന് ഔട്ടാകും. ട്വിസ്റ്റ് സംഭവിക്കുമോ? സംഭവിക്കും. കഥയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഹിസ്റ്ററിയിൽ വലിയ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഒരു അൺഫെയർ എവിക്ഷന് വളരെ സാധ്യത കൂടിയ ഒരു വീക്കാണ് ഈ വീക്ക്. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങി, സാറ്റർഡേയിലത്തെ എപ്പിസോഡ് എൻഡ് ആവാറായിരിക്കുന്നു. ആരെങ്കിലും എവിക്റ്റ് ആയോ? എന്താണ് അപ്ഡേറ്റുകൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ 9 പേരാണുള്ളത്. സിജോ, അർജുൻ, നോറ, ഋഷി, ഗബ്രി, ജിൻഡോ, അൻസിബ, ജാസ്മിൻ, അഭിഷേക്. ഇവരിത്രയാണ് ഉള്ളത്. അപ്പോൾ ഈ 9 പേരിൽ ആരായിരിക്കും ഇന്ന് എവിക്റ്റ് ആവാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ സീസൺ 6ൽ ഇതുവരെയുള്ള എവിക്ഷൻസ് നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകിൽ നോ എവിക്ഷൻ, ഇല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ പോലെ ഒന്നിലധികമോ അതാണ്. പക്ഷേ ഇത്തവണ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഫെയർ എവിക്ഷന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു വീക്കാണ് ഈ വീക്ക്. കാരണം ഈ പറയുന്ന എവിക്ഷനിൽ വന്നിട്ടുള്ള സിജോ ആയാലും അർജുൻ ആയാലും നോറ, ഋഷി, ഗബ്രി, ജിൻഡോ, അൻസിബ, ജാസ്മിൻ, അഭിഷേക്, ഇവരിലാര് വേണമെങ്കിലും ഇനി എവിക്റ്റ് ആവും. നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു വീക്കാണ്. നമ്മളറിയാം, കഴിഞ്ഞ വർഷത്തെ സീസണിൽ നമ്മൾ കണ്ടതാണ്. ഡേ 56, ഡേ 62 ഇവിടെയൊക്കെ ഒരു അൺഫെയർ എവിക്ഷൻ നടക്കുന്ന സമയമാണ്. കാരണം ഈ പറയുന്ന സ്ട്രോങ് പ്ലെയേഴ്സ് എല്ലാവരും കൂടെ അങ്ങ് വരും, അതിൽ നിന്ന് ഒരു കട്ട അങ്ങ് തെറിച്ച് പോവും, കളി മാറും. ഇതിനകത്ത് ഈ ഗെയിമിൽ ഇനി സത്യം എനിക്ക് ഉറപ്പാണ് ഒരു അൺഫെയറിനായിരിക്കും, മിക്കവാറും ചാൻസസ് ഒരു അൺഫെയറിനായിരിക്കും. ജിൻഡോ സേവ് ആകും എന്നെനിക്ക് തോന്നുന്നു. ജിൻഡോ സേവ് ആകും. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിജോ ഇപ്പം പോയിട്ട് വന്നിട്ടുള്ള സിജോയുടെ കേസ് പറയുകയാണെങ്കിൽ, സിജോ ഇപ്പം മെഡിക്കൽ ലീവ് എടുത്ത് പോയിട്ട് വന്നതിന് ശേഷമുള്ള സിജോയുടെ ഫസ്റ്റ് എവിക്ഷനാണ്. സിജോയുടെ സപ്പോർട്ട് എത്രത്തോളം കൂടി എത്രത്തോളം കുറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അർജുൻ്റെ കേസ് പറയും പോലെ അർജുൻ ഇപ്പോൾ സേഫ് ഗെയിമിലേക്ക് പോയി എന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞോ? അത് അർജുൻ കളിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി വോട്ട് കിട്ടിയോ? അറിയില്ല. നോറ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോറ ഡൗൺ ആണ്. അത് എന്താവും എന്നറിയില്ല. ഋഷി ഭയങ്കര വലിയ സപ്പോർട്ടുള്ള ഒരാളാണ്, പക്ഷേ ഇപ്പം സപ്പോർട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഗബ്രി ഔട്ടാവുകയാണെങ്കിൽ കളി മാറും. കാരണം ഇത്രയും നാളും ജാസ്മിനും ഗബ്രിയും കൂടെ നിന്നുള്ള ഒത്തുകളിയായിരുന്നു. വീട്ടുകാർ ഫുൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഈ ജാസ്മിൻ എന്തിന് ഗബ്രിയോടെ ഇരിക്കുന്നത്? ഗബ്രി എന്തിന് ജാസ്മിനോടെ ഇരിക്കുന്നത്? ഇവർ പ്രണയിക്കുകയാണോ? നാടകമാണോ? പ്രേക്ഷകരെ പറ്റിക്കുകയാണോ? അപ്പം എപ്പിസോഡ് 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ 3/4 മണിക്കൂറും ഗബ്രി ജാസ്മിൻ കഥയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്തുനിന്ന് ഗബ്രി തെറിച്ച് വെളിയിൽ പോവുകയാണെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ കാണാൻ സൂപ്പർ ആവും. കാരണം കളി മാറും. വീട്ടുകാർ ആർക്കെതിരെ കളിക്കും? വേറെ ആർക്കെങ്കിലും എതിരെ കളിക്കും. കാരണം പിന്നെ ജാസ്മിനെതിരെ കളിക്കുമ്പോൾ ഒരു കാര്യമില്ല. കാരണം ഇവർ ഒത്താണെന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഇവർ രണ്ടും പിരിഞ്ഞു കഴിഞ്ഞാൽ കളി മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ട്വിസ്റ്റ് സംഭവിക്കാം. പിന്നെ ജിൻഡോ സേവ് ആവുമെന്നാണ് നമുക്ക് പോളുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ജിൻഡോ സേവ് ആവുമെന്നാണ്. പിന്നെ ഉള്ളത് അൻസിബ ഔട്ടാവണമെങ്കിൽ എന്നേ ഔട്ടാവണമായിരുന്നു. അൻസിബയ്ക്ക് വോട്ടുകൾ കിട്ടുന്നുണ്ട്. പണ്ടത്തെ പെർഫോമൻസിനെക്കാളും പെർഫോമൻസ് കൂടിയാണ് വരുന്നത്. ഒട്ടും പെർഫോമൻസ് ഇല്ലാതിരുന്ന സമയത്ത് പോലും അൻസിബ സേവായി. ഇപ്പോൾ അൻസിബ വാ തുറക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അൻസിബയും സേവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന ജാസ്മിൻ സേവ് ആകും എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ ഷോയുടെ കണ്ടന്റാണ് മെയിൻ. അപ്പോൾ ജാസ്മിൻ സേവ് ആകുമെന്ന് തോന്നുന്നു. പിന്നെ അഭിഷേകിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ അഭിഷേകും സിജോയും ഇവർ രണ്ടുപേരെയും ഒരുപോലെ നിർത്തണം. കാരണം ആ രീതിന്ന് എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ മുന്നോട്ട് പോകും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്നൊരു ഡബിൾ എവിക്ഷൻ നടക്കാൻ സാധ്യത കുറവാണ്. കാരണം സ്ട്രോങ് പ്ലെയേഴ്സ് ആക്റ്റീവായിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഇതിൽ എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും നമ്മൾ ഉറ്റു നോക്കിയിരിക്കേണ്ട സാധനമാണ്. ഒരു ട്വിസ്റ്റ് സംഭവിക്കും ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് 2 പേര്, ഒരാൾ എവിക്റ്റ് ആവുന്ന നമ്മൾ ആരുടെ പേര് പറയും? അൻസിബയുടെ പേരോ, ഗബ്രിയുടെ പേരോ, നോറയുടെ പേരോ? ഇതിനകത്ത് വീക്കായിട്ട് നിൽക്കുന്ന ആരുടെ പേര് നമ്മൾ പറയും? ജാസ്മിൻ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, സിജോ അത്യാവശ്യമുണ്ട്, അഭിഷേക് കണ്ടന്റ് കുറവാണ്, അർജുൻ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് കണ്ടന്റ് ഉണ്ട്, ഋഷി കണ്ടന്റ് കുറവാണ്, ജിൻഡോ കണ്ടന്റ് ഉണ്ട്, നോറ കണ്ടന്റ് ഉണ്ട് പക്ഷേ ആക്റ്റീവില്ല. അപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വീക്കെൻഡാണ് ഈ വീക്കെൻഡ്. ആരെവിക്റ്റ് ആയാലും കളി മാറും. കാരണം എല്ലാവരും ബിഗ് ബോസ് സീസൺ 6ലെ ജമ്മുകളാണ്. അത്ര അടിപൊളിയായിട്ടാണ് ഈ പറയുന്ന ഈ ലിസ്റ്റിലുള്ള 9 പേരും അത്രയ്ക്കും ഈ ഷോക്ക് സീസൺ 6 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന പേരുകളായിരിക്കും. ഇതിൽ നിന്ന് ഒരെണ്ണം തെറിച്ച് കഴിഞ്ഞാൽ കളി മാറും. എസ്പെഷ്യലി ഗബ്രി തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ കളി എൻ്റെർലി കളി മാറും. അതാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു പിടിയുമില്ല. സാറ്റർഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് എൻഡ് ആവാറായിട്ടേ ഉള്ളൂ.
ഡബിൾ എവിക്ഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. എന്തെങ്കിലും കഴിയട്ടെ, കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റുള്ള വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് വരെ നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.